ഞാൻ ഇവിടെ വരെ കേറി. അല്ല, എനിക്കിവിടെ ഒരു സ്ഥലത്ത് കയറാണ്ട്. ഞങ്ങളെ കെട്ട്. പിന്നെ എനിക്കൊരു കാര്യം എന്നോട് പറയാണ്ട്. അല്ല, നിങ്ങളിപ്പോ തിരക്കിലല്ലേ? ഇല്ല, പറഞ്ഞോളി. എന്നാ ഇജ്ജ് വണ്ടി അടിച്ച് സൈഡാക്ക്. ഇറങ്ങ. അല്ല, എന്തിനാ ഇപ്പൊ ഇങ്ങനെ പള്ളിക്കും വേണ്ടി ഇങ്ങനെ പരക്കം പായന്? അതാ പോലെ കാര്യം. അനക്കിത് നിസ്സാരായിരിക്കും, പക്ഷെ വലിയൊരു തെറ്റാണ് ഈ ചെയ്യണത്. ഇത് നല്ല തമാശയാണ്. പള്ളി ഉണ്ടാക്കുന്നത് തെറ്റാണ്. പള്ളി ഉണ്ടാക്കുന്നത് തെറ്റൊന്നല്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തില് പള്ളി ഉണ്ടാക്കുന്നത് തെറ്റന്നെയാണ്. ഏത് സാഹചര്യത്തില്? മഹല്ലെ മോമിനിങ്ങളൊക്കെ സ്നേഹത്തോടെ ഒന്നിച്ചു നിന്ന് ജുമാസ്കരിക്കാൻ എല്ലാ സൗകര്യമുള്ള ഒരു പള്ളി ഉണ്ടാവുമ്പോ അതിന്റെ മുന്നിൽ തന്നെ വേറൊരു പള്ളി എന്തിനാ കരീമേ? അത് വേണം അൽബേക്ക. അപ്പൊ ഞമ്മക്കൊരു പള്ളി വേണ്ടെന്ന് ഞങ്ങൾ പറയണേ? നിങ്ങളും ഞങ്ങളോ അങ്ങനൊക്കെ ഉണ്ടോ? എന്നാ അങ്ങനൊക്കെ ഉണ്ട്. എന്നാ അങ്ങനല്ല. മനുഷ്യരുമായി ബന്ധം നന്നാക്കാത്ത വിശ്വാസിയുടെ ഒരു ഇബാദത്തും അള്ള കാണൂല. നല്ല ബന്ധമുണ്ടാക്കണമെന്ന് ഓലും കൂടി കരുതണം. റസൂലിനെയും ദീനിയും സ്നേഹിച്ചിട്ടാണ് നിങ്ങൾ ഈ പള്ളി ഉണ്ടാക്കണെന്ന് ആ നെഞ്ഞത്ത് കൈവച്ചിട്ട് പറയാൻ പറ്റൂ നിങ്ങക്ക്? പറ്റൂല. പ്രസിഡന്റ് മൊയ്തീനും ഈയും തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം അല്ലാണ്ട് എന്താ? അതിനൊരു സംഘടനന്റെ പേരും. ഇത് ഇവിടെ മാത്രല്ല, മേലെ തട്ടം തുടങ്ങിയതാ. പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങളീ പറഞ്ഞ നടക്കൂല. കാലാകാലം ഓരോ കിളിനെ ജീവിക്കാന്നാ. ഇപ്പൊ പഴയ മാതിരിയൊന്നല്ല. ഞമ്മളൊപ്പുണ്ട് 10 ആൾക്കാര്. ഇനി വല്ല നിശ്ചയോ നിക്കാവോ മയ്യത്തിസ്കാരോ എന്തെങ്കിലും ഒന്ന് നടന്നാല് നിങ്ങൾ ആരെങ്കിലും അങ്ങോട്ട് ചെല്ലുവോ? അവിടുന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുവോ? ഉണ്ടാവൂല. നല്ലോ നിക്കണ നാട്ടുകാരെ രണ്ടാക്കണം. അതല്ലാണ്ട് ഇതുകൊണ്ട് എന്ത് ഗുണം? അതുകൊണ്ട് ഇതൊന്ന് പിന്മാറണം കരീമേ. അതല്ല, നിങ്ങൾ ഈ പള്ളി സ്വർണ്ണം കൊണ്ടുണ്ടാക്കിയാലും അള്ളാന്റെ അടുക്ക് സ്വീകാര്യാവൂല. എതിരെ വരുന്നവന്റെ സംഘടന നോക്കി സലാം പറയണേ നമ്മള് നന്നാകണമെങ്കിൽ ആ വാല് കോയിലിൽ തന്നെ കിടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞെന്നുള്ളൂ. അസ്സലാമു അലൈക്കും.